ചാനൽ ബാനറാണ് ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, അതായത് നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് നമ്മൾ ബാനർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ബാനർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഇഷ്ടംപോലെ ഫ്രീ വെബ്സൈറ്റ്സ് ഉണ്ട്. കൂടാണ്ട് നമുക്ക് പല സോഫ്റ്റ്വെയർസിലും ഇത് ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഞാൻ വർക്ക് ചെയ്യുന്നത് വണ്ടർഷെയർ ഫിൽമോറ 12 എന്നുള്ള ഒരു സോഫ്റ്റ്വെയറിലാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടർഷെയർ ഫിൽമോറ 12ൻ്റെ ഒരു വ്യൂ ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് ഈ ബാനർ ഉണ്ടാക്കാനുള്ള എന്തെല്ലാം ഇമേജസോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് നമുക്ക് ഇതിൽ ഇമ്പോർട്ട് ചെയ്ത് വെക്കുക. എന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫയൽസ് ഇമ്പോർട്ട് ചെയ്യുക. അതിൽ മെയിനായിട്ട് വേണ്ടത് നമ്മളെ യൂട്യൂബ് ബാനറിൻ്റെ ടെംപ്ലേറ്റാണ്. ഈ ടെംപ്ലേറ്റിലാണ് നമുക്ക് ഓരോരോ ബാനറിൻ്റെ വ്യൂവിൻ്റെ സൈസ്, അതായത് നമ്മളെ മൊബൈലിൽ കാണുമ്പോൾ ബാനറിൻ്റെ സൈസ് എത്രയായിരിക്കും, അതുപോലെ കമ്പ്യൂട്ടറിൽ കാണുമ്പോൾ എന്ത് സൈസായിരിക്കും, അതുപോലെ ടി വിയിൽ കാണുന്നവർക്ക് എന്ത് സൈസിലാണ് ബാനർ വ്യൂ കിട്ടുക. അപ്പോൾ അതിൻ്റെ ടെംപ്ലേറ്റ് ആദ്യം ഡൗൺലോഡ് ചെയ്യുക. പിന്നെ രണ്ടാമത്തത് നമ്മളെ ചാനലിൻ്റെ ലോഗോ ഇല്ലെങ്കിൽ നമ്മളെ പ്രൊഫൈൽ പിക്ചർ. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്തു. ഓക്കെ, ആദ്യം നമ്മളെ ബാനറിൻ്റെ ടെംപ്ലേറ്റ് ആണ് നമ്മളെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഫസ്റ്റ് ലെയറിലേക്ക് ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് അതിന് ടെംപ്ലേറ്റ്. ഓക്കെ, ഈ ടെംപ്ലേറ്റിൽ ഈ ഡാർക്ക് പോർഷൻ, അതായത് കംപ്ലീറ്റ് ഏറ്റവും ഡാർക്കായിട്ടുള്ള പോർഷൻ, അതാണ് നമ്മളെ മൊബൈൽ വ്യൂ കിട്ടുക. മൊബൈലിലും അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പിൽ നമ്മൾ മിനിമൈസ് ചെയ്താൽ കാണുന്ന ഒരു സൈസാണ് ഈ ഒരു ഡാർക്ക് ഷെയ്ഡ്. ഓക്കെ, അതിൻ്റെ സൈസിൻ്റെ സ്പെസിഫിക്കേഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള നെക്സ്റ്റ് ഷെയ്ഡ്, അതായത് നമ്മൾ ഡാർക്ക് ഷെയ്ഡിനേക്കാളും കുറച്ച് കുറവ് ഡാർക്ക്നെസ് ഉള്ള ആ ഷെയ്ഡ്, അതാണ് നമ്മൾ ടാബ്ലറ്റിൽ യൂട്യൂബ് കാണുമ്പോൾ കിട്ടുന്ന വ്യൂ. ഓക്കെ, പിന്നെ ഈ ഫുൾ ലെങ്ത് ആയിട്ട് ഈ കാണുന്ന സ്പേസ്, അതാണ് നമ്മളെ ഡെസ്ക്ടോപ്പ് ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ ലാപ്ടോപ്പിൽ കിട്ടുന്ന നമ്മളെ ബാനറിൻ്റെ വ്യൂ. പിന്നെ ഈ ഫുൾ സ്ക്രീനാണ് നമ്മൾ ടി വിയിൽ കാണുമ്പോൾ കിട്ടുന്ന ബാനറിൻ്റെ സൈസ്. ഓക്കെ, അപ്പോൾ ഈ ടെംപ്ലേറ്റ് നമ്മൾ ഈ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ബാനറിന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്താ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബാനറിന് ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇവിടുന്ന് സ്റ്റോക്ക് മീഡിയ പോയിട്ട് അവിടുന്ന് ഫിലിം സ്റ്റോക്ക് ഗ്രേഡിയൻ കളർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം ഗ്രേഡിയൻ കളർ നമ്മളെ സ്ക്രീനിലേക്ക് വന്നു. നമ്മളതിൻ്റെ ടൈം ലൈനിലേക്ക് ഇട്ടേരം സ്ക്രീനിലേക്ക് വന്നു. ബട്ട് ഇനിയിപ്പോൾ ഫർദർ നമ്മൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ടെംപ്ലേറ്റിൻ്റെ വ്യൂ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ടെംപ്ലേറ്റിൻ്റെ വ്യൂ കിട്ടിയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഫർദർ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഗ്രേഡിയൻ കളർ ഇല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഏത് ഇമേജ് ആയാലും ആ ഒരു ഇമേജിന് എന്ത് ചെയ്യണം വെച്ചാൽ ഇതിൻ്റെ ഒപ്പാസിറ്റി എന്ന് പറയുന്ന സാധനം അതിൽ നിങ്ങളതിനെ റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം സ്ക്രീന് കുറച്ചുകൂടി വിസിബിളായി, അതായത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ടെംപ്ലേറ്റ് വിസിബിളായി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മളെ മൊബൈൽ സ്ക്രീനിൽ വരാൻ പോകുന്ന ആ ഏരിയയിൽ നമുക്ക് വേറെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു സോളിഡ് കളർ കൊടുക്കാമെന്ന്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കുറച്ച് മാച്ചിങ് ആയിട്ടുള്ള ഒരു കളറും കൂടി ഞാൻ നമ്മളെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തു. അത് അഗെയിൻ ഫുൾ സ്ക്രീനായി. അപ്പോൾ അത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ റീസൈസ് ചെയ്യുക. റീസൈസ് ചെയ്തിട്ട് ആ ഡാർക്ക് ഷെയ്ഡിൻ്റെ കറക്റ്റായിട്ടുള്ള ബോർഡേഴ്സ് മാച്ചാക്കി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ മൊബൈൽ വ്യൂവിൻ്റെ ഒരു ബോർഡറിലാണ് നമ്മളിത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മളെ ചാനലിൻ്റെ ലോഗോ ആണ്. മീഡിയയിലേക്ക് പോയി ലോഗോ ടൈം ലൈനിലേക്ക്
എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ലോഗോ നമ്മൾ റീസൈസ് ചെയ്യാൻ പോകുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു സ്പേസിൽ നമുക്കതിനെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ലോഗോ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളെ ബാനറിൽ നമുക്ക് എന്താ കൊടുക്കാനുള്ളത്? നമുക്ക് ചാനൽ നെയിം കൊടുക്കാം. ഇപ്പോൾ ടൈറ്റിൽ പോയിട്ട് നമുക്ക് ഏത് ഫോണ്ടിൽ ഏത് സ്റ്റൈലിലാണ് വേണ്ടത് വെച്ചാൽ അതെടുത്ത് ടൈം ലൈനിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തു, അഡ്വാൻസ് എഡിറ്റിലേക്ക് പോയി ഈ ഒരു ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. ക്വിക്ക് ടെക്സ്റ്റ് യൂസ് ചെയ്തു. അതിൽ നമ്മൾ ചാനലിൻ്റെ പേര് കൊടുക്കുന്നു. സേ ഫോർ എക്സാമ്പിൾ എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം, മല്ലു ടെക് മാസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ഫോണ്ട് ഇമ്പാക്റ്റ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണ്ട സൈസിലേക്ക് അതിന് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സൈസ് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പൊസിഷൻ സെറ്റ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ചാനലിന് നമുക്ക് ഏതെങ്കിലും ക്യാപ്ഷൻ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്യാപ്ഷൻ ആഡ് ചെയ്യാം. അപ്പോൾ ക്യാപ്ഷൻ എൻ്റെ ഇതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഞാൻ അത് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിൽ ഞാൻ ഫോണ്ട് ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് അതിനെ റീസൈസ് ചെയ്ത് നമ്മളെ പേര് ചാനലിൻ്റെ പേരായിട്ട് ഒന്ന് അലൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെ ബാനറിൽ നമ്മളെ പ്രൊഫൈൽ പിക്ചർ വന്നു, നമ്മളെ ചാനലിൻ്റെ പേര് വന്നു, അതിൻ്റെ ക്യാപ്ഷൻ വന്നു. ഇനിയിപ്പം നമ്മളെ ചാനൽ എന്ത് ടൈപ്പ് ചാനലാണ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വല്ല ഇമേജസ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ കുക്കറി എങ്കിൽ എന്തെങ്കിലും ഒരു കുക്കറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്പേസിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാമെന്ന്. അത് ഓരോരുത്തർ അവരവരെ സ്കിൽ അനുസരിച്ച് അവരുടെ ഡിസൈനിങ് സ്കിൽ അനുസരിച്ച് ഇതിൽ എന്ത് ഡിസൈനിങ്ങും ചെയ്യാം. അതുപോലെ ഇപ്പോൾ ഓരോരോ ടെക്സ്റ്റിനും നമുക്ക് വേണ്ട ഡെക്കറേഷൻസ് ചെയ്യാം. ലൈക്ക് നമുക്ക് അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം, ബോർഡേഴ്സ് കൊടുക്കണം, ബോർഡേഴ്സ് കൊടുക്കാം. അങ്ങനെ പല ഓപ്ഷൻസും എല്ലാ സോഫ്റ്റ്വെയർസിലും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു സ്കില്ലനുസരിച്ച് നമുക്കതിന് ഡിസൈൻ ചെയ്തെടുക്കാം. ഡിസൈൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിതിപ്പം ഇത് അപ്ലൈ ക്ലിക്ക് ചെയ്തു. അപ്ലൈ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബാനറിൻ്റെ എക്സാക്റ്റ് വ്യൂ എങ്ങനെ വരുമെന്ന് കാണണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇമേജിൽ നമ്മൾ ഒപ്പാസിറ്റി കുറച്ചുകൊണ്ടാണ് നമുക്ക് ഈ ബൗണ്ടറീസ് കാണുന്നത്, ഈ ടെംപ്ലേറ്റിൻ്റെ ബൗണ്ടറീസ് കാണുന്നത്. അപ്പോൾ അത് നമ്മൾ ഒപ്പാസിറ്റി 100% ആക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ബാനർ. ഓക്കെ, അപ്പോൾ അതായത് ഫുൾ സ്ക്രീനിൽ ഫുൾ ഗ്രേഡിയൻ്റ് ആയിട്ട് കാണും. പ്ലസ് ഈ കംപ്ലീറ്റ് മാറ്റർ അതിൽ വരും. അല്ലാണ്ട് നമ്മൾ മൊബൈലിൽ മാത്രം കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ കൊടുത്ത്, അതായത് ഈ ഒരു സ്ക്രീൻ ഇതാണ് മൊബൈലിൽ വരിക. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടറിൽ വരുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ലെങ്ത്തും കൂടി, അതായത് ഈ ഔട്ടർ ലെങ്ത്ത്, ഈ ഒരു ലെങ്ത്തും കൂടി നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ കാണാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബാനർ ഉണ്ടാക്കുക. പിന്നെ ബാനർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഡിസൈനിങ് സ്കിൽസ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങളെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഓൺ പേയ്മെൻറ്റ് ബേസിസ് ആയിട്ട് ഓരോരുത്തർക്ക് വേണ്ട ബാനർ ഡിസൈൻ ചെയ്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസൈൻ ചെയ്ത് തരണം താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.